എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കപ്പ ചിപ്സാണ്. സാധാരണ നമ്മളിത് പുറത്തുനിന്നൊക്കെയാണ് വാങ്ങാറ്. അപ്പോൾ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിപ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്, കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. സാധാരണ വട്ടത്തിലും നമ്മൾ ചിപ്സ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, ഇനി നമ്മൾ കപ്പ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്, ഓരോ സെറ്റായിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് വെതറുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം, അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത ശേഷം അത് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് എങ്ങനെ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ആ ഉപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ കളർ മാറി വരുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഉപ്പ് വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ താഴ്ത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് പതയൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. ചിപ്സ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരി മാറ്റിയ ശേഷം അടുത്ത സെറ്റും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ അവസാനത്തെ സെറ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്കിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ മണം, ഒരു രുചിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറിവേപ്പിലയും കൂടി ചേർക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് നോക്കിയിട്ട് മുളക് പൊടി ചേർക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ചേർക്കണം, അപ്പോഴേ ഇതിന് സ്വാദം ഉണ്ടാവുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കാലം സൂക്ഷിക്കാൻ പറ്റും. സാധാരണ നമ്മൾ ചിപ്സ് സൂക്ഷിക്കുന്ന പോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിക്കാം. നിങ്ങൾക്ക് ഇതേപോലെ അരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വട്ടത്തിലായിട്ട്, കനം കുറച്ച് വട്ടത്തിലായിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്